കഥ സാരഥി. എഴുതിയത് ശ്രീകുമാരി ടീച്ചർ. സാരഥി. പോലീസ് സ്റ്റേഷന് പുറത്തിരിക്കുകയാണ് അവൾ. ഒരു പോലീസുകാരൻ വന്ന് പറഞ്ഞു, വരൂ. അയാളുടെ പുറകെ ചെന്നു. ഒരു വലിയ ബുക്ക് മുന്നിൽ നിവർത്തിയിട്ടിരിക്കുന്ന പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെന്നു. അയാൾ പറഞ്ഞു, പേര് സീത, നാട് മുത്തങ്ങ, വയസ്സ് 38, അച്ഛനും അമ്മയും. അച്ഛൻ ഉണക്കൻ, അമ്മ കാളി. ആ പോലീസുകാരൻ ഡ്രോയിൽ നിന്നും കുറേ ഫോട്ടോകൾ എടുത്ത് മേശപ്പുറത്തിട്ടു. ഇതിലാരെങ്കിലും നിനക്കറിയാമോ? അവൾ ഓരോ ഫോട്ടോയും മാറി മാറി നോക്കി. അതിൽ ചുരിദാറിട്ട, കൂളിംഗ് ഗ്ലാസ് വെച്ച് തലയിൽ ഒരു സ്കാർഫ് കെട്ടിയ ഫോട്ടോ കണ്ട് പെട്ടെന്ന് പറഞ്ഞു, അയ്യോ, ഇത് ഞാനല്ലേ. മാർക്കറ്റിൽ ഷൂട്ടിങ്ങിന് വന്ന സാറന്മാർ തന്ന ഡ്രസ്സാണിത്. അവർ മേക്കപ്പിട്ട് നായികയുടെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ എന്നെയും നിർത്തി. ഒരു ഫോട്ടോ തരണേന്ന് പറഞ്ഞിട്ട് അവർ തരാതെ പോയി. ഇത് ഞാൻ എടുത്തോട്ടെ സാറേ? വയ്ക്കടെ എവിടെ? ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടവൾ ഞെട്ടി. മുകളിൽ നിന്ന് അയച്ചു തന്ന ഫോട്ടോകളാണ്. ഇതിൽ നിന്ന് ഒന്ന് കുറഞ്ഞാൽ പിന്നെ ഞാൻ ഉത്തരം പറയണം. ഇവിടെ എല്ലാവർക്കും അറിയാം ഇത് നീയാണെന്ന്. അറിയില്ല എന്നാണ് പറയുക എന്നാണ് ഞങ്ങൾ കരുതിയത്. നീ സത്യം പറഞ്ഞു. എന്താ സാറേ പ്രശ്നം? അത് നീ അറിയണ്ട. എല്ലാവരെയും ഞങ്ങൾ പൊക്കിയിരിക്കും. മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും മണ്ടന്മാരാക്കാം. പക്ഷേ നമ്മൾ പോലീസുകാരോട് കളി വേണ്ട. ഇൻസ്പെക്ടർ അവിടേക്ക് വന്നു. പെട്ടെന്ന് പോലീസുകാരൻ എഴുന്നേറ്റ് സല്യൂട്ട് അടിച്ചു. റൈറ്റർ സാറേ, നാട്ടുകാരെ ആരെങ്കിലും ഇവൾക്ക് പരിചയമുണ്ടോ? ഇത് ഇവളുടെ ഫോട്ടോഷൂട്ടിങ്ങിന് വന്നവർ എടുത്തതാണ്. അവൾക്ക് അത് കൊടുക്കാമോ എന്ന് ചോദിച്ചു. കൊടുത്തേക്കൂ, ചില്ലിട്ട് സൂക്ഷിക്കട്ടെ. വരുന്ന ജന്മത്തിലെങ്കിലും ഇതുപോലെ ആവാൻ കഴിഞ്ഞേക്കും. കേട്ടതെന്ന് പോലീസുകാരെല്ലാം ചിരിക്കുന്നു. റൈറ്റർ സാർ ഫോട്ടോ എടുത്ത് നീട്ടിയിട്ട് സീത പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ഫോട്ടോയും വാങ്ങി ഇറങ്ങുമ്പോൾ അവൾ മനസ്സിൽ പറഞ്ഞു, അതല്ല ഞാനാടാ പട്ടികളെ. നീയൊക്കെ മണം പിടിച്ച് വരുമ്പോഴേക്കും ഞാൻ ഇവിടം വിട്ടിരിക്കും. ഊറി ചിരിച്ചുകൊണ്ട് സീത കാലുകൾ നീട്ടി നടന്നു. ഒരു ഓട്ടോ അവളുടെ മുന്നിൽ വന്ന് ബ്രേക്കിട്ടു. കയറ്. അധികാരസ്വരത്തിലുള്ള ആ ശബ്ദത്തെ എതിർക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഓട്ടോയിൽ കയറിയ ഉടനെ സ്പീഡിൽ പോയ ഓട്ടോ വിജനമായ ഒരു മുളങ്കാടിനടുത്ത് നിർത്തി. ഓട്ടോ ഡ്രൈവർ ഇറങ്ങി പിൻസീറ്റിൽ സീതയ്ക്കൊപ്പം ഇരുന്നു. സീതേ, ഇത്ര നാളത്തെ പരിചയമായിട്ടും വിളിപ്പുറത്ത് ഞാനുണ്ടെന്നറിഞ്ഞിട്ടും നീ എന്നോട് പറയാതെ കൽപ്പറ്റ സ്റ്റേഷനിൽ പോയത് ശരിയായില്ല. ഇവിടെ പോലീസ് സ്റ്റേഷൻ ഇല്ലാഞ്ഞിട്ടാണോ അവർ അങ്ങോട്ട് വിളിപ്പിച്ചത്? അപ്പോൾ തന്നെ അവരുടെ ഗൂഢോദ്ദേശം നീ മനസ്സിലാക്കിയില്ലല്ലോ. എന്തെങ്കിലും സംശയം തോന്നി പിടിച്ചകത്തിട്ട് തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയാലും നിങ്ങളുടെ കൂട്ടർ അറിയില്ല. പക്ഷേ നീ പോയാൽ. തല കുമ്പിട്ട് കരയുന്നവനെ സീത ആശ്വസിപ്പിച്ചു. സലീം, ഞാൻ മനഃപൂർവ്വം നിന്നെ അറിയിക്കാതിരുന്നതാണ്. ആർക്കും സംശയം കൊടുക്കാത്ത രീതിയിൽ ഇറങ്ങിപ്പോരുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പോയത്. ഞാനൊരു ആദിവാസിയാണ്. എനിക്ക് കാട് തന്ന പാഠം നിങ്ങൾ വായിച്ചു പഠിച്ചിട്ടുണ്ടാവില്ല. സലീം, നീ ഇത് കണ്ടോ? നമ്മൾ രണ്ടുപേരെയും പറ്റിച്ച് നിരാശപ്പെടുത്തി കടന്ന ആ സിനിമ ഫോട്ടോഗ്രാഫർ തരാത്ത ഈ ഫോട്ടോ ഞാൻ കൈക്കലാക്കിയില്ലേ? അപ്പോൾ നിനക്ക് ഊഹിച്ചൂടെ എൻ്റെ പെർഫോമൻസ് എത്ര വിജയകരമായിരുന്നെന്ന്? സീതയുടെ കയ്യിലെ ഫോട്ടോ കണ്ട് സലീമിൻ്റെ കണ്ണുകൾ വിടർന്നു. മേക്കപ്പ് മാനായി സിനിമാ ഫീൽഡിൽ കയറിപ്പറ്റാമെന്ന് കരുതി വർഷങ്ങൾ കാത്തതിന് ശേഷം കിട്ടിയ ചാൻസാണ്. 13 പേർക്ക് മേക്കപ്പ് ഇട്ടു. വളരെ നന്നായിരിക്കുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. നിർമ്മാതാവ് തന്ന 10,000 രൂപ വാങ്ങിയില്ല. സർ, ഇനിയും പടം പിടിക്കുമ്പോൾ എന്നെ ഓർത്താൽ മതി. ഓക്കെ, നിശ്ചയമായും നിങ്ങൾ നല്ലൊരു മേക്കപ്പ് മാനാണ്. എൻ്റെ അടുത്ത പടത്തിൽ നിങ്ങളായിരിക്കും മേക്കപ്പ് മാൻ. ആ കാര്യം പറഞ്ഞ് സീത പല പ്രാവശ്യം കളിയാക്കിയിട്ടുണ്ട്. ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്തവരാണ് സിനിമാ ഫീൽഡിലുള്ളവരും രാഷ്ട്രീയക്കാരും. പിന്നെ ഒരു ഗതിയുമില്ലാതെ അലഞ്ഞു നടക്കുമ്പോൾ ആ 10,000 രൂപ വാങ്ങാത്തതിൽ മനസ്താപവും തോന്നിയിട്ടുണ്ട്. യുവജനോത്സവത്തിന് മേക്കപ്പ് ഇടാൻ ചെന്നപ്പോഴാണ് സീതയെ വീണ്ടും കാണുന്നത്. സ്വന്തം വംശക്കാർക്ക് വേണ്ടി സമരവും സത്യാഗ്രഹവും നടത്തുന്ന സീതയോട് ബഹുമാനം തോന്നി. അവൾ ഹൃദയത്തിൽ കയറിപ്പറ്റിയത് എപ്പോഴാണ് എന്നറിയില്ല. തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ, സലീം, നിന്നെ എനിക്കിഷ്ടമാണ്. പക്ഷേ വിവാഹം കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾ ആദിവാസികൾ പുറം നാട്ടുകാരെ കുടിയിൽ കയറ്റില്ല. ഞാനായിട്ട് അതിന് മാറ്റം വരുത്തില്ല. അച്ഛനും അമ്മയും ഇല്ലെങ്കിലും അവർ പഠിപ്പിച്ചു തന്നത് തെറ്റി ഞാൻ ജീവിക്കില്ല. സീതേ, എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. ഞാൻ എന്നും നിന്നെ കാത്തിരിക്കും. ആരെയും വിഷമിപ്പിക്കാതെ നമുക്ക് കഴിയാം. ഓരോ പ്രാവശ്യവും ഗവൺമെൻറ് ആദിവാസി പ്രശ്നം പരിഹരിക്കാതെ വാക്കുമാറി കളിക്കുന്നത് കണ്ടാണ് സീതയും കൂട്ടരും സെക്രട്ടേറിയറ്റിൽ അനിശ്ചിതകാല സമരം നടത്തിയത്. പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല.
പിന്നീട് സീത നിരാഹാര സമരം നടത്തി. 9 ദിവസം കഴിഞ്ഞപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റാൻ സീത സമ്മതിക്കാത്ത സാഹചര്യത്തിലാണ് ആദിവാസികൾക്ക് 5 ഏക്കർ ഭൂമി വീതമുള്ള പട്ടയ വിതരണം നടത്തിയത്. വെറും 10 പേർക്ക് കൊടുത്ത് ബാക്കി പിന്നീട് എന്ന് പറഞ്ഞു. പിന്നെ ഒരിക്കലും തന്നില്ല. ഇതിനിടെ സീതയെ സ്ഥാനാർത്ഥിയായി നിർത്തി. ആദിവാസികളുടെ വോട്ടിൽ സീത MLA ആയി, പിന്നീട് മന്ത്രിയുമായി. എന്നിട്ടും താൻ മുറുകെ പിടിച്ച ആദിവാസി സ്വാതന്ത്ര്യവും സമത്വവും ഒരിക്കലും നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ ഇരിക്കാൻ കഴിയാത്തതുകൊണ്ട് സീത മന്ത്രിസ്ഥാനം രാജിവെച്ചു. തൻ്റെ ചോര നക്കിക്കുടിക്കാൻ വെമ്പി നിന്ന ആദിവാസി പുരുഷപ്രജ ആ സ്ഥാനം കൈയടക്കി. പാലക്കാട് MLA ആയ അയാളുമായി നിരന്തരമായ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു സീത. ഇത് രാഷ്ട്രീയ കളിയാണ്. ഇവിടെ സെൻറ്റിമെൻറ്റ്സിന് ഒരു വിലയുമില്ല. മധുരമായി കിട്ടുന്നത് നുണഞ്ഞ് അനുഭവിച്ചു കൊള്ളുക എന്നതാണ് അയാളുടെ വാദം. തനിക്കൊരിക്കലും സ്വീകാര്യമല്ലാത്തത്. സീത കളം മാറ്റി ചവിട്ടാൻ തുടങ്ങി. സലീമിനെ ഒപ്പം കൂട്ടി ആർക്കും സംശയമുണ്ടാകാത്ത രീതിയിൽ സിനിമാ താരങ്ങളായും മോഡലുകളായും സാമൂഹ്യ പ്രവർത്തകരായും മന്ത്രിമാരുടെയും പ്രൈവറ്റ് സെക്രട്ടറിമാരുടെയും ഉറക്കം കെടുത്താനും ബ്ലാക്ക് മെയിൽ ചെയ്ത് വലിയ സംഖ്യകൾ കൈക്കലാക്കാനും തുടങ്ങി. തനിക്ക് കിട്ടുന്ന പണം അത്രയും ആദിവാസികൾക്ക് വീട് വയ്ക്കാനും റോഡ് നീട്ടാനും കുടിവെള്ള പൈപ്പിനും ഡിസ്പെൻസറി തുറക്കാനും മറ്റുമായി ഉപയോഗിച്ചു. ഒരു പെണ്ണിന് വിൽക്കാൻ അവളുടെ ചാരിത്രമേ ഉള്ളൂ. മന്ത്രിമാരുടെയും മറ്റു പ്രമുഖരുടെയും മുന്നിൽ ഒരു കോൾ ഗേളായി നിൽക്കുമ്പോഴും സീതയ്ക്ക് ഒരു ലക്ഷ്യം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ: തൻ്റെ വർഗ്ഗക്കാരുടെ ക്ഷേമം. തലപൊക്കാതിരുന്ന പല ഫയലുകൾക്കും നീക്കുപോക്കായി. 5 ഏക്കർ എന്നത് മാറി എല്ലാവർക്കും ഭൂമി എന്ന രീതിയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് പട്ടയ വിതരണത്തിൽ എത്തിക്കാൻ സീതയുടെ ശ്രമത്തിന് കഴിഞ്ഞു. ഭൂമിയുള്ളവർക്ക് വീട് വയ്ക്കാൻ സീത കൈയച്ചു. ഓരോരോ വേഷത്തിൽ മേക്കപ്പെട്ട് പ്രമുഖരെ വിഡ്ഢികളാക്കാൻ സഹായിച്ച സലീമിനോട് അവർക്ക് തീരാത്ത കടപ്പാടുണ്ട്. താൻ പിഴച്ചവളാണ് എന്നറിഞ്ഞിട്ടും ഇന്നും ഹൃദയവാതിൽ തനിക്കായി തുറന്നിട്ടിരിക്കുകയാണ്. തൻ്റെ അധ്വാനവും പണവും അനുഭവിച്ചവർ പോലും ഇന്ന് തനിക്കെതിരാണ്. ചിലപ്പോഴെങ്കിലും സലീമുമൊത്തുള്ള ഒരു കൊച്ചു കുടുംബം സ്വപ്നം കാണാറുണ്ട്. വയനാട്ടിൽ നിന്ന് മാറിയാലും കേരളത്തിലുള്ളവർക്കെല്ലാം തന്നെ അറിയാം. ഇപ്പോഴിതാ പല വമ്പന്മാർക്കും സംശയം തുടങ്ങിയിരിക്കുന്നു. സീത തൻ്റെ ഭൂമിയും വീടും വിറ്റു. പല പ്രാവശ്യം റിസോർട്ട് പണിയാനായി ആ സ്ഥലം കൂടി ആവശ്യപ്പെട്ടവർ നല്ല വില കൊടുത്തു തന്നെ ഭൂമി വാങ്ങി. ഭൂമി വിറ്റതും തൻ്റെ അക്കൗണ്ടിലുള്ളതുമായ തുകയുമായി സലീമിനൊപ്പം ഓട്ടോയിൽ ഹൈദരാബാദിലേക്ക് യാത്ര ചിരിക്കുമ്പോൾ സീതയുടെ മനസ്സ് തികച്ചും ശാന്തമായിരുന്നു. സലീമിൻ്റെ മുഖവും സന്തോഷം കൊണ്ട് വിടർന്നിരുന്നു. ഏത് നാട്ടിലായാലും ഓട്ടോ ഓടിച്ച് ഞാനെൻ്റെ സീതയെ പോറ്റുമെന്ന് സലീമും. ഒരു കൊച്ചു വീട്ടിൽ സലീമിൻ്റെ ബീവിയായി കഴിയുന്നത് സീതയും സ്വപ്നം കണ്ടു. രഥിയുടെയും സാരഥിയുടെയും മനസ്സറിഞ്ഞ പോലെ ആ കൊച്ചു വാഹനം മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരുന്നു. ശുഭം.